എന്റെ പൊന്നരളിയ സാക്കേ, അവളാണ് പെണ്ണ്. എന്തൊരൈറ്റോളാ എന്റെ അമ്മച്ചി. ആര്? ആ പത്മ. ആ പത്മ, നമ്മുടെ ഉഡാൻസുകാരി. പത്മ അല്ലടാ, പത്മ. വെണ്ണ കല്ലാണ് കാക്ക. നല്ല ഫിങ് ഫിങ്ങിന്നിരിക്കും, പക്ഷെ നടക്കൂല. അതെന്ത് വിനോമാമിന് വീഴാത്ത പെണ്ണാ? ശരിക്കും സ്ക്രിപ്റ്റ് ഇട്ടല്ലോ മാപ്പിളെ. എടോ, ഇട്ട സ്ക്രിപ്റ്റിനൊന്നും പ്രശ്നമല്ല. അവള് മറ്റേ എന്ത് എയ്റ്റ്സാ? പട്ടി. അതല്ല, ലെസ്ബാ. ലെസ്ബ് ലെസ്ബ് എന്നുവെച്ചാ അവളുണ്ടാവോ? എടോ, പെണ്ണിന് പെണ്ണിനെയാണ് ഇഷ്ടം. അപ്പൊ ഞമ്മള് ലെസ്ബല്ലേ? ശവം. ഞമ്മക്കും പെണ്ണിനല്ലേ ഇഷ്ടം? എനിക്ക് ഉനക്കും പെണ്ണിനല്ലേ ഇഷ്ടം? ഒന്ന് പോടോ മാപ്പിളെ. എനിക്ക് പക്ഷേങ്കില് മറ്റുള്ള മൊഞ്ചാണ്ട് ഒരു ഇത്, ആ ചുരുണ്ട മുടിയും ആണുങ്ങളുടെ വീട്ടിലെ വേഷവും എന്താ ഇപ്പം പറയണ്ട്. പോരാണ്ട് കുനൂനാന്നുള്ള എഴുത്തും. എന്ന് വെച്ചാ താൻ അവളുടെ എത്ര കഥയാ വായിച്ചിട്ടുള്ളത്? വായിച്ചിട്ടില്ലെന്ന്, വായിക്കണം. ഓ, വായിക്കൂടെ വെള്ളം ഊർന്നു. താൻ ഒറ്റയ്ക്ക് അങ്ങ് വായിച്ചാ കേട്ടാ. പറഞ്ഞ നാക്ക് വായിലിട്ടില്ല. ദാ പോണ അവിടെ വണ്ടി. അല്ല, ഇതിപ്പോ കൃത്യപടി മറ്റേന്ന് പറഞ്ഞ പോലെ അല്ല. എന്നാ പിന്നെ പിറകെ പോവാം. ബാപ്പുട്ടി, അപ്പനക്ക് പെണ്ണുമുള്ളി കൂട്ടി കുടി പോണ്ടോ? ആ പോയ പീസിനെ കണ്ട് കൊതി പിടിച്ചങ്ങ് ചെല്ലുമ്പോ അവളുടെ മണ്ടിൽ പിടിച്ച തേങ്ങ പോലത്തെ ഉണക്കമൊന്നും നമ്മളൊരു ചവിട്ട് കൊടുക്കാൻ തോന്നും. ശവം. വണ്ടിറാ. ഓ ഹോ, നിങ്ങളുടെ ഈ കൊച്ചമ്മമാരുടെ പാർട്ടി കഴിയുന്നവരെ കാത്തിട്ട് കിടന്നതിന് ഇത്രേ ഉള്ളോ? ഉള്ളത് മുതലല്ലേ, എന്തിനാ കൂടുതല്? ജ്യൂസേ. കുഞ്ചു, go wash. What? ടിഷ്യൂ. മോഹൻ തുടക്കാനേ. ഞാൻ തന്നാ മതിയോ? വിരോധമില്ല. എന്നെ തല്ലാനോ? നീയോ? നടക്കൂല മുത്തേ. Mind your language. എന്തേ ഇപ്പൊ ഞങ്ങളുടെ ലാംഗ്വേജിനാ കുഴപ്പം? പ്ലീസ് സർ. നീയൊക്കെ കാണിക്കുന്ന തന്തയില്ലായ്മയ്ക്ക് ഒരു കുഴപ്പമില്ല സർ. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ്. ഓടോ, ഞങ്ങൾ ഇവിടെ സീൻ ഉണ്ടാക്കും. നിനക്ക് എന്നാ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചോദിച്ചാ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാ പോരെ? നിന്റെ വീട്ടിലൊരുത്തിയുണ്ടല്ലോ നിന്റെ പെണ്ണുപിള്ള, അവളോട് വെച്ചേക്കടാ. എടി, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ആകാശത്ത് നിന്ന് നിന്റെ അടിവയറ്റിലോട്ട് ദിവ്യഗർഭം പൊഴിഞ്ഞു വീണുണ്ടാവില്ലല്ലോ ദാ ഈ പോയ ചെക്കൻ. അല്ല പിന്നെ ഉണ്ടാക്കിയതാരാണെന്ന് അറിയാനും പാടില്ല, പെറ്റതാരാന്നോട്ട് അറിയേയില്ല. എന്നിട്ടും വന്നേക്കുന്ന മാന്യന്മാരെ മേത്തോട്ട് ജീവിതത്തിൽ കിട്ടുമെന്ന് വിചാരിക്കട്ടെ. നമുക്ക് കിട്ടില്ലെങ്കിൽ എന്താ, വീട്ടില് പഴങ്കഞ്ഞുണ്ടടാ. ഐ എം നോട്ട് ഇൻസെക്യൂർ അമ്മ, ഐ എം നോട്ട്. അച്ഛനെന്ന് പറയുന്ന ഒരാളില്ലാത്തതിന്റെ വിഷമം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ അത് ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വിഷമമൊന്നും ആലോചിച്ചിട്ടാണോ? നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എംബാരസ്ഡ് ആയി കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. ഐ കാൻറ്റ് സ്റ്റാൻഡ് ദാറ്റ്. രാധാരാവ്യ എന്ന സാഹിത്യകാരിട്ടല്ല, നിങ്ങളുടെ സ്വന്തം ഏടത്തിയുടെ സ്ഥാനത്ത് നിന്നിട്ടാ ഞാനിത് പറയണ. അറിയാരാതപ്പോ അതുകൊണ്ടൊരു വിഷമം വരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഓടി വരുന്നേ. സാറിലൂട്ടിയെ ആത്മാഭിമാനത്തോടെ ജീവിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണ ഏത് സ്ത്രീക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിണ്ടാവും. അതിന്റെ വിഷമമൊക്കെ പതിയെന്ന് മാഞ്ഞു പോയിക്കൊള്ളും. പക്ഷേ എങ്ങനെയാണ് കുഞ്ചുവിനോട് ഈ കാര്യം പ്രസന്റ് ചെയ്യാന്നുള്ളതാ. ഉള്ളതുപോലെ പറയാ. കുട്ടിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ട് വേണം കാണാൻ. ഏത് തരത്തിലായിരിക്കും കുഞ്ചു അത് ഉൾക്കൊള്ളുക എന്ന് ഓർക്കുമ്പോ, മാതൃത്വം എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാ. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവൻ നേരിട്ടിട്ടുണ്ടാവും. എന്നിട്ടും ഇതുവരെ നെഗറ്റീവായ റെസ്പോൺസ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. ഇതും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്യൂരിറ്റി അവനുണ്ടാവും. എടുത്ത തീരുമാനം തെറ്റായി എന്ന് പറഞ്ഞ് കുഞ്ചു നിങ്ങളെ തള്ളി പറയുന്നു തോന്നുന്നുണ്ടോ? അതില്ലപ്പോ. പക്ഷേ ശരി, ഞാൻ പറയാം. ഡാ, നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നാളെ നിന്റെ ജീവിതത്തിൽ ഒരച്ഛൻ കടന്നു വന്നാ പിന്നെ നിനക്ക് ഒരമ്മയല്ലേ ഉണ്ടാകൂ? ഡെഫിനറ്റ്ലി രണ്ടുപേർക്ക് നിന്റെ അമ്മയാവാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായും ഒരാൾ മറ്റാരോ ആയി പോവില്ലേ? നീ ഒരിക്കലും ഈ കാര്യം ചിന്തിച്ചു കാണാൻ വഴിയില്ല. ഐ നോ യു വെൽ. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇത് നീ എന്തായാലും ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ ആണ്. അതിന് പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ.
എന്തായാലും മുതിരുമ്പോ അവനോട് കാര്യങ്ങളെല്ലാം പറയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നാണല്ലോ. അത് അറിയിക്കുന്നു നിങ്ങൾ തന്നെ അവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നാ അവന്റെ ബർത്ത്ഡേ? മറ്റന്നാളാണ്. ഓ, 18 തികയുന്ന ഒരു ചെറുപ്പക്കാരന് ജന്മദിനം മാത്രല്ല, ജന്മസത്യം അറിയാനുള്ള അവകാശമുണ്ട്. നീ ഇപ്പൊ വൈകിക്കണ്ട കുട്ടികളെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. ഏയ് എണീക്കടാ. ഗെറ്റ് അപ്പ് ബിഗ് ബോയ്. സർപ്രൈസ്. നോക്ക്. നോക്കടാത്. താങ്ക് യു. അത് നീ സൗകര്യം പോലെ തുറന്നാ മതി. ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നതിന്റെ സസ്പെൻസിന് വേണ്ടിയല്ല നീ കാത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ബ്രഷ് ചെയ്തിട്ട് വാ. വിൽ ഫിനിഷ് ഇറ്റ് ഓവർ കോഫി ടേബിൾ. I know you are waiting to hear about a name. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. കുഞ്ചു, നീ അറിയേണ്ടത് ഫിക്ഷനേക്കാൾ സ്ട്രേഞ്ചായ ഒരു ഫാക്റ്റാണ്. സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല നിന്റെ അച്ഛൻ ആരാണെന്ന്. വാട്ട്? വിവാഹം, ദാമ്പത്യം, അന്നും എന്നും ഇതൊന്നും ഞങ്ങളുടെ ജീവിതമായി ഒരു തരത്തിലും യോജിക്കുന്ന സങ്കല്പങ്ങളല്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഈ ലോകത്ത്. Our perspectives are a little bit different and we have our own reason for that. ഒരു കുഞ്ഞു വേണമെന്ന് തോന്നിയപ്പോൾ we opted a parallel thing. Artificial insemination. ഏതോ ഒരു മനുഷ്യൻ ഡൊണേറ്റ് ചെയ്ത സ്പേം, അത് ഞങ്ങളിൽ ഒരാളുടെ വയറ്റിൽ വളരുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലിനിക്കൽ പ്രോസസ്. ഇത്രയും കാലം റിവീൽ ചെയ്യാതെ വച്ചിരുന്ന നിന്റെ ജന്മരഹസ്യം ഇത്രയേ ഉള്ളൂ കുഞ്ചു. ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ കുഞ്ചു. ഞങ്ങളിൽ ആരുടെ വയറ്റിലാണ് നീ ജനിച്ചതെന്ന്. വേണ്ടമ്മ, ആരും മോനോ നോ ദാറ്റ്. ഇതൊന്നും അറിയാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ. ആൻഡ് ഡു യു തിങ്ക് ഐ വാസ് നോട്ട് ഹാപ്പി? നിങ്ങൾ രണ്ടുപേരും എൻ്റെ അമ്മമാരല്ലേ. I need both of you forever and ever. ഞാൻ എന്താ ടെസ്റ്റ് ട്യൂബ് ശിശു? ഹലോ. ഡി കോൺഫറൻസ് കോൾ. പറയടാ. പറയടാ. എടി, ഇതിലെല്ലാം മെഡിക്കൽ ടേംസ് ആണ്. എനിക്കാണ് ഒരു കോപ്പ് മനസ്സിലാവണില്ല. യു നോ ഹൗ മച്ച് ഐ ഹേറ്റ് ബയോളജി ക്ലാസ്സസ്. ഇതേതാണ്ട് അതുപോലെയൊക്കെയാ. കുറച്ചൊക്കെ മനസ്സിലായി, എന്നിട്ടൊരു കോപ്പും മനസ്സിലായിട്ടുമില്ല.